8 കളർ തെച്ചിപ്പൂക്കളാണ് ഇന്ന് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്സോറ പ്ലാന്റ്സുകളുടെ ഒരു പ്രത്യേകത, എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകും. മഴയത്തായാലും വേനൽക്കാലത്തായാലൊക്കെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിരുന്നാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇക്സോറ പ്ലാന്റ്സ്. ഇതിൽ 2 വെറൈറ്റീസും അവൈലബിൾ ആണ്. ഈ ഒരു കോംബോയിൽ നാടൻ ടൈപ്പും ഉണ്ട്, ഹൈബ്രിഡ് ടൈപ്പും ഉണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ മിനിയേച്ചർ ടൈപ്പും, ഇങ്ങനെ 2 ടൈപ്പും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. നിലത്തും പോട്ടിലും വളർത്താൻ പറ്റിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഇക്സോറ പ്ലാന്റ്സുകൾ. നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ചെറിയൊരു ഷെയ്ഡിൽ വെച്ചിട്ട് പ്ലാന്റ്സ് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം ഒരു 2-3 ആഴ്ച ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് ഒന്ന് റെഡി ആയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി റീപോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിലത്ത് കുഴിച്ചിടുകയോ ചെയ്യാവുന്നതാണ്. ഇക്സോറ പ്ലാന്റ്സിൻ്റെ പരിചരണ രീതിയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവയുടെ പ്രൂണിംഗ് ആണ്. നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നല്ല ബുഷിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ മാസത്തിൽ ഒരു തവണ, അത്യാവശ്യം മെച്ചുറായി തുടങ്ങിയ പ്ലാന്റ്സുകൾക്ക് മാസത്തിൽ ഒരു തവണ DAP ഫെർട്ടിലൈസർ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജൈവവളങ്ങൾ, ചാണകം പുളിപ്പിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. പച്ചച്ചാണകമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഇവയ്ക്ക് പുറമെ മാസത്തിൽ 1-2 തവണ 15 ദിവസം ഇടവിട്ടെങ്കിലും നമ്മൾ NPK അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. 8 കളറിലുള്ള പ്ലാന്റ്സുകളുടെ പ്രൈസ് വരുന്നത് 575 രൂപയാണ്. ഈ 575 രൂപ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ളൊരു പ്രൈസാണ്. കേരളത്തിൽ എവിടെയായാലും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ ഒരു പ്രൈസിന് DTDC കൊറിയർ വഴി നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. നമ്മൾ കവർ റിമൂവ് ചെയ്തിട്ടല്ല, കവറോട് കൂടിയാണ് പ്ലാന്റ് അയക്കുന്നത്. ഇതിൽ കുറച്ച് വലുപ്പമുള്ള കവറിൽ നിന്നും അല്പം മണ്ണ് ഒഴിവാക്കിയിട്ടായിരിക്കും അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് റീപോർട്ട് ചെയ്യണമെന്നില്ല. ആ ഒഴിവാക്കിയ ഭാഗത്തേക്ക് അല്പം മണ്ണ് ഇട്ട് വെച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് 2-3 ആഴ്ച വെക്കാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല. ആദ്യമേ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ടാണ് പ്ലാന്റുകൾ അയച്ചു തരുന്നത്. ഇത് പ്ലാന്റ്സുകൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇതിൽ ആ മിനിയേച്ചർ ടൈപ്പിൻ്റെയും അതുപോലെ തന്നെ വലിയ പ്ലാന്റിൻ്റെയും ഒക്കെ സൈസ് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കറക്റ്റ് സൈസ് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്ലാന്റ്സുകൾ വാങ്ങിക്കാനായിട്ട്. ചിലർ ഒരു പരാതി പറഞ്ഞു കേൾക്കാറുണ്ട്, മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് കൈ കിട്ടുമ്പോൾ ഇത് തീരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോ ടൈപ്പും നമ്മൾ എടുത്ത് കാണിക്കുന്നത്. വലിയ ടൈപ്പിൻ്റെത് പെട്ടെന്ന് തന്നെ നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് പെട്ടെന്ന് ലീഫുകളൊക്കെ വരുന്നതായിരിക്കും. എന്നാൽ മിനിയേച്ചർ ടൈപ്പ് കുറച്ചൊരു സ്ലോ ആയിരിക്കും, നല്ല ഡോഫായി നിന്നിട്ട് പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഈ ഇക്സോറ പ്ലാന്റ്സിന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പൂക്കളാവും. നിങ്ങളിതൊന്ന് റീപോർട്ട് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. 1 മാസം കൊണ്ട് തന്നെ ഇതിലൊക്കെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടായി തുടങ്ങും. മെയിനായിട്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അതുപോലെ തന്നെ ഡെയിലി വാട്ടറിങ്ങും ആവശ്യമാണ്. പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയി കഴിഞ്ഞാൽ ഇനി 2-3 ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുവരെ മാത്രമാണ് നമ്മൾ ഡെയിലി വാട്ടറിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.